വർഷങ്ങൾക്ക് മുമ്പാണ് 80കളുടെ തുടക്കമാണ്. ഞാനന്ന് കൊല്ലം ശ്രീനാരായണ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അന്ന് പൊളയത്തോടിലെ ഒരു പലചരക്കട ഞങ്ങളുടെ രാജനണ്ണൻ, എൻ്റെ ഒരു പ്രൊഫസറിൻ്റെ സഹോദരനാണ് അദ്ദേഹം, മരിച്ചുപോയ അദ്ദേഹം. ഈ രാജനണ്ണൻ്റെ കടയിൽ ഒരുപാട് VIP വരും. മാത്രമല്ല എനിക്കൊക്കെ അത്യാവശ്യം പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരാളായിരുന്നു. രാത്രിയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് അദ്ദേഹം കട്ടൻ കോഫിയൊക്കെ ഇട്ട് ഫ്ലാസ്കിലിട്ട് നമ്മൾ പഠിക്കും. ഞങ്ങൾ 2-3 പേര് ഒന്നിച്ചാണ് താമസിക്കുക. അവിടേക്ക് വരുന്ന ഒരു രാജണ്ണൻ്റെ കഥാപാത്രം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരാൾ എങ്ങനെയാകണം എന്നുള്ള ഒരു മോഡൽ സൃഷ്ടിച്ച ആളായിരുന്നു ഈ പലചരക്കട നടന്ന പൊളയത്തോട്ടെ രാജനണ്ണൻ. അപ്പോൾ രാജണ്ണൻ്റെ കടയിൽ ഒരിക്കലും ഒരാൾ വന്ന് അപ്പോൾ പറഞ്ഞു, ഒരു സിനിമാ സംവിധായകനാണ് എന്ന് രാജനണ്ണൻ പരിചയപ്പെടുത്തി. അദ്ദേഹം വളരെ പരിചയമുള്ള ഒരാളെ പോലെ സംസാരിച്ചു. അപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആസാദാണ് എന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലായില്ല ഈ ആസാദ് എന്ന് പറഞ്ഞ ആളാരാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം നമ്മളൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുന്ന കാലമാണത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, മിസ്റ്റർ ആസാദ്, നിങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പുതിയ താരങ്ങളെ ഉണ്ടാക്കാൻ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഞാൻ ചെമ്പിലെ ഒരാളിനെ, വൈക്കത്തുള്ള ഒരാൾ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ മഞ്ചേരിയിലൊരു വക്കീലയാൾ, അയാൾ പിൽക്കാലത്ത് ഒരു വലിയ നടനായി മാറാൻ സാധ്യതയുണ്ട്. അതാരാണ്? അപ്പോൾ പറഞ്ഞിങ്ങനെ മമ്മൂട്ടി എന്നൊരാളായി ആരും അറിയില്ല എന്ന് പറഞ്ഞു. ആസാദ് എന്നുള്ള സംവിധായകൻ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ കഥ പിന്നീട് നമ്മൾ അറിയുന്നു. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും അഭിനയ പ്രതിഭാവിശേഷമുള്ള ഒരു 25 പേരെ എടുത്താൽ അതിൽ മുൻനിരയിൽ മമ്മൂക്കുണ്ടാകും. മമ്മൂട്ടി 74ാം പിറന്നാളല്ല, അദ്ദേഹത്തിന് ഒരുപാട് ആയുരാരോഗ്യം നൽകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ആസാദിനെ ഞാൻ ഇടയ്ക്കിടെ ഓർമ്മിച്ചു പോകും. ഇത്തരം ഒരു വലിയ നടനെ മലയാളികൾക്ക് പരിചയപ്പെടുത്താനും നല്ലൊരു വേഷം കൊടുക്കാനും അദ്ദേഹം കാണിച്ച മഹാമനസ്കത പിന്നീട് മലയാളത്തിനത് സൗഭാഗ്യമായി എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ. ഈ ജന്മദിനം ഞാൻ അദ്ദേഹത്തോട് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പം ഇതൊന്നും അദ്ദേഹം ആഘോഷിക്കുന്നില്ല. പക്ഷേ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ ആ ചെറിയ രോഗത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും പുറത്തേക്ക് വന്ന് സിനിമയിൽ സജീവമാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അച്ഛനും മകനും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്നും വാർത്ത വരുന്നു.